ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പോലും പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യമായിരുന്നു. 10-19 ദിവസം ഹോസ്പിറ്റലായിരുന്നു. അവിടെയൊന്നും പഠിച്ചോ ഇവിടെ വരെയൊക്കെ എത്തിച്ചു. ഇന്നലെ നമ്മളെ പേജിലൂടെ ഒരു റീലിട്ടായിരുന്നു. ക്യാമറയുടെ പിന്നിൽ ഒരുപാട് നമ്മൾ നിന്നിട്ടുണ്ടെങ്കിലും മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച കണ്ണീരോടെ ഷൂട്ട് ചെയ്ത ഒരു വല്ലാത്തൊരു മൊമെന്റ് അത് കാണാനാണ് ഇത്രയും ഇതിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു. ആ കമന്റിന് ഒരുപാട് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോക്കുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ളൊരു വീഡിയോ ആണ് ഇതിലൂടെ ഞാൻ പങ്കുവെക്കുന്നത്. ഈ വെഡിങ് നടക്കുന്നതിൻ്റെ മുമ്പ് ബൈക്ക് ആക്സിഡന്റ് സംഭവിക്കുകയും വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലൂടെ കടന്നുപോയ ഒരു ഉമ്മയുടെ, ഒരു കുടുംബത്തിൻ്റെയും അവരുടെ സ്വപ്നത്തിൻ്റെയും ഒരു വെഡിങ് ആണ് നിങ്ങൾ കണ്ടറിയില്ല. ഒരു സമയത്ത് ആ ഉമ്മ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുകയുണ്ടായി. കണ്ണീരോടെ പറയാണ്, കുഞ്ഞാവ, ഞാൻ എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ എൻ്റെ മോളെ കല്യാണം നടക്കണം. അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. എങ്ങനെ നമ്മൾ തീരുമാനിച്ചോ അതേ രീതിയിൽ ആ കല്യാണം നടത്തുകയും വേണം. ആ കല്യാണം എനിക്ക് കാണുകയും വേണം. പലപ്പോഴും പല കമൻറ്റുകളിലും പറഞ്ഞിട്ടുണ്ട്, രോഗികളെ നമ്മളെപ്പോഴും മാറ്റി നിർത്താറാണ് പതിവ്. പക്ഷേ ഈ ഉമ്മ രോഗി എന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഉമ്മയുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരു കുടുംബം മൊത്തം, അവരുടെ ഫ്രണ്ട്സും എല്ലാ വേണ്ടപ്പെട്ട ആളുകളും ആ കല്യാണത്തിൽ ആ ഉമ്മയുടെ ഒപ്പം നിന്ന്, ഉമ്മ ആംബുലൻസിലാണ് ആ ഒരു കല്യാണത്തിന് വന്നിട്ടുള്ളത്, മകള് ബാക്കിലും. ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സ് വല്ലാതെ പുകച്ചിലാണ്. ഇങ്ങനൊരു വിധിയൊന്നും ആർക്കും കൊടുക്കാതിരിക്കട്ടെ എന്നുള്ളത്. പക്ഷേ ആ ഉമ്മ തോറ്റുപോയില്ല. വിധിക്ക് മുന്നിൽ ഉമ്മ തോറ്റുപോയിട്ടില്ല. വിധിക്ക് മുന്നിൽ ശക്തമായി പോരാടി സ്വന്തം മകളുടെ കൈപിടിച്ചു കൊടുക്കുന്ന ആ ഒരു നിമിഷം, ആ ഉമ്മയുടെ ചിരി കൊണ്ട് ഞങ്ങൾക്ക് അവിടെ സ്വർഗം തീർക്കാൻ സാധിച്ചതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു. ഇന്ന് ആ ഉമ്മ വളരെ ഹാപ്പിയാണ്. നല്ല രീതിയിൽ റിക്കവറായി വരുന്നുണ്ട്. ആ ഉമ്മയുടെ തിരിച്ചു വരവിനായിട്ട് നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. സ്നേഹത്തോടെ ഞാൻ അവിടെ